നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു പൊതുമേഖലാ സ്ഥാപനം ഇപ്പോൾ അവരുടെ പല ഡെസിഗ്നേഷനുകളിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എൻജിനീയേഴ്സിനെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 229 എൻജിനീയേഴ്സിനുള്ള അവസരമാണ് ഈ സ്ഥാപനം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ വളരെ പ്രഗത്ഭരായ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഏറ്റവും നല്ല റെപ്യൂട്ടേഷനുള്ളൊരു സ്ഥാപനം ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനം. അവരെ സംബന്ധിച്ച് 229 എൻജിനീയേഴ്സിനുള്ള അവസരമാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. 229 അവസരങ്ങൾക്കകത്ത് 177 അവസരങ്ങൾ ബാംഗ്ലൂരാണ്. ബാക്കിയുള്ള അവസരങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ സെൻറ്ററുകളിലായിട്ടായിരിക്കും അവസരം. ഇതിനകത്ത് ആർക്കൊക്കെയാണ് അവസരം എന്ന് ചോദിച്ചാൽ 4 വർഷത്തെ കോഴ്സുകൾ, BE അല്ലെങ്കിൽ BTech, അതുമല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സ്. ഇങ്ങനെയുള്ള ഈ 3 കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്ന നിഷ്കർഷ. ഇനിയും ഡിഫറൻ്റ്ലി ഏബിൾഡ് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് ഈ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള നിബന്ധനയില്ല, നിങ്ങൾ പാസ്സായാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു അടിസ്ഥാന ക്രൈറ്റീരിയ. ഏതൊക്കെ കാറ്റഗറിക്ക് പറ്റും എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് പറ്റും, ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് പറ്റും, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് പറ്റും, കമ്പ്യൂട്ടർ സയൻസ്, മെക്കട്രോണിക്സ് പോലുള്ള ബ്രാഞ്ചുകൾക്ക് പറ്റും, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബ്രാഞ്ചുകൾക്ക് പറ്റും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗ് പോലെയുള്ള മൾട്ടിപ്പിൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്ക് ഈ അവസരങ്ങൾ ഓപ്പൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം, സെലക്ഷൻ്റെ എങ്ങനെയാണ് ക്രൈറ്റീരിയ എന്ന് ചോദിച്ചാൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് ബാംഗ്ലൂർ വെച്ചായിരിക്കും നടക്കുക. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിനകത്ത് ചോദിക്കുന്നത് 2 ഏരിയ ആയിരിക്കും. ഒന്ന് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, കോമൺ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ചോദ്യങ്ങളാകാം. രണ്ടാമത് ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ അതിലെ ടെക്നിക്കൽ ഏരിയാസ് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടോ എന്നുള്ള ആ 2 ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിലും ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും വരിക. നല്ല സാലറി പാക്കേജാണ്. പ്രത്യേകിച്ച് ഇവർ അപ്രൻറ്റിസ്ഷിപ്പ് ഒന്നുമല്ല, ഇത് ഡയറക്റ്റ്ലി അവർ എഞ്ചിനീയേഴ്സിനെ തന്നെയാണ് ഹയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപക്ഷെ അതൊരു അഡ്വാൻറ്റേജ് ആയേക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നല്ല സാലറി പാക്കേജ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. 40,000 to 1,40,000 ആണ് ഇവർ ഓഫർ ചെയ്യുന്ന സാലറി. 40,000 മുതൽ 1,40,000 രൂപ വരെയാണ് ഇവർ ഓഫർ ചെയ്യുന്ന സാലറി. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് ഇടാം, അതിൽ കയറി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഡിസംബർ 30 അപ്പോൾ നമുക്ക് മുന്നിൽ സമയമുണ്ട്, പക്ഷേ മുൻകൂട്ടി തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആമുഖത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു പബ്ലിക് സെക്ടർ കമ്പനി ആണ്, അതും എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്ന കമ്പനി. ഇത്രയധികം അവസരങ്ങൾ, 229 അവസരങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യുക, ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. തൊഴിൽ അന്വേഷകർക്ക് ഉപകാരപ്പെടുന്ന, അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസപരമായ ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് നേരിട്ട് തന്നെ എത്തും. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.